എന്തൊരു ടേസ്റ്റ്, എന്തൊരു കൊഴുപ്പ്. നന്നാവില്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും നന്നാവില്ല. എന്നെ പോലെ ഒരു പ്രൊപ്പറേറ്ററെ സേവ് ചെയ്യാൻ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. 1 ലിറ്റർ പാലില് 1 ലിറ്റർ വെള്ളം തന്നെ ചേർക്കണമെന്ന് ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിരിക്കണു. നാട്ടുകാരെ മുഴുവൻ പോഷകാരം നൽകി കൊഴിപ്പിച്ച് അടങ്ങണമെന്ന് തനിക്ക് എന്തത്ര വാശി? എന്താണോ ഒരു കാര്യം ചോദിക്കുമ്പോൾ വെളിച്ചത്ത് പിടിച്ചിട്ട് മുങ്ങേപ്പുറം തുറിച്ചു നോക്കണത്? അടുപ്പിന്നെടുത്ത പറകോളി ഒറ്റ തൊഴിച്ചിട്ടുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, തൊഴിലാളി തൊഴിക്കാനുള്ളല്ലേ ഈ ശരീരം, മനസ്സിലാ? മുതലാളിക്ക് തൊഴിച്ചിലാളിക്കാനുള്ളതാണ് തൊഴിലാളി. വേറെ തൊഴിലാളി വരുന്നു. സാർ എവിടെ പോയിരുന്നു? അത് ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോയതായിരുന്നു. ഒരു ചൂട് പാല്. ആ എന്തേ അളീനത്? അല്ല, ഇത്ര സ്നേഹത്തിൽ പഞ്ചസാര കലക്കുന്നുണ്ട് ചോദിച്ചതാ. 1 ഗ്ലാസ് പാലിന് 1 സ്പൂൺ പഞ്ചസാര കലക്കിയാ പോരെ എന്റെ തൊഴിലാളി സഖാവേ? എന്നെ കുളം തോണ്ടി ചടങ്ങുകളിൽ ഒറ്റ എന്റെ നെയ്യായി പോയി. हेलो, 2 पैकेट दूध। ദൂതോ? 2 पैकेट पाल। 2 പാക്കറ്റ് പ്യാൽ അല്ല പാൽ. പുതിയ കസ്റ്റമർ അല്ലേ? ഞാൻ ഈ രാജീവ്. ഈ എന്നുള്ളത് എന്റെ ഇനീഷ്യലാണ്. ഇതിന്റെ പ്രൊപ്പറേറ്റർ ആണ്. വായും പൊളിച്ചു നിൽക്കണ്ട, കുട്ടിക്ക് പാലെടുത്ത് കൊടുക്ക്. 2 എന്റെ തൊഴിലാളികളാ, മൈ സെർവൻസ്. പ്രൊപ്പറേറ്റർ ആയതുകൊണ്ട് എന്ന് 100 കൂട്ടം ടെൻഷനാ. ആട്ടെ, കുട്ടി എവിടത്തെ? ബയോഡേറ്റ പറഞ്ഞാലേ പാല് തരുളുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പാൽ. ഹായ്. ഹായ്. അല്ല, ഇതാര് രാധുവോ? എന്താ പാല് മേടിക്കാൻ വന്നതാ? ആ, എന്താ രാധു ഇത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ലതായിട്ടോട് പറഞ്ഞ പോരെ? ഈ നാടൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതിയാ. ഹായ് നളിനാക്ഷ്. എവിടത്തെയത്? രാധു പോയിക്കോ. ചവിട്ടി പോണേ. ഇങ്ങോട്ടോ. എന്ത് ഹായ് നളിനാഷ്? അതെന്റെ ഒരു കസിനാ. ബ്ലാക്കിന് വൈറ്റ് കസിനോ? യെസ്, മൈ കസിൻ. ഇത് മാത്രല്ല, ഇതുപോലത്തെ 3 ഇനിയും വീട്ടിലുണ്ട്. പേടിപ്പിക്കല്ലേ. എനിക്കറിയാം, നിന്നെ പോലത്തെ പൂവാലവർഗം ഇത് കേട്ടാൽ ഞെട്ടുന്ന്. ദാ, ഇത് കണ്ട? എന്തത്? ഇതെന്റെ കാറിന്റെ മുൻ സീറ്റിൽ നിന്ന് കിട്ടിയതാ. നളിനേട്ടാ, ഐ ലവ് യു. കസിൻ. അതേ കസിൻ. ഒരു തുണ്ട് പേപ്പറിൽ റോസാപ്പൂ എന്ന് എഴുതി മണത്ത് നോക്കിയാൽ അതിന് മണം ഉണ്ടാവില്ല. പക്ഷേ ലവ് എന്ന് എഴുതിയാൽ അതിന് എന്തെന്നില്ലാത്തൊരു ജീവൻ ഉണ്ടാവും. ലവ് ഫീലിംഗ്. വാട്ട് എ ഫീലിംഗ്. മോനെ നളിനാക്ഷ, നിന്റെ തലയിൽ എഴുതിയ റീഫ്ലറിന്റെ മഷി തീർന്ന എന്റെ പറമ്പിലേക്ക് ഒന്ന് അറിയണേ. മോനെ, സാഹചര്യമാണ് ഏത് മനുഷ്യനെയും കാമുകനാക്കുന്നത്. അതിൽ 3 എന്നെ ഇടിച്ചു പ്രേമിക്കുന്നുണ്ട്. അതിൽ ഏതിനെ പ്രേമിക്കുന്നുള്ള കാര്യത്തിലാണ് എന്റെ കൺഫ്യൂഷൻ. ഇത് വേണ്ട. ഏത്? ഈ സൈക്കിൾ കസിൻ. എന്താന്നറിയില്ല, ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, എന്റെ സങ്കല്പത്തിലുള്ള അതേ പെണ്ണ്, അതേ സ്മാർട്ട്നെസ്, കറന്നെടുത്ത പശുവും പാല് പോലെയുള്ള പതയുള്ള സൗന്ദര്യം. വേണ്ട, അങ്ങനെ പാരാന്റെ അകത്ത് ചെന്ന് കിടക്കണ്ട. അങ്ങനെ പറയരുത്. പാലിൽ പഞ്ചസാര കലക്കി താൻ അവളെ പീഡിപ്പിക്കാൻ ഞാൻ കണ്ടല്ലോ. തന്നെ ഞാൻ പിടിപ്പിക്കും. ഞാൻ പിടിപ്പിക്കോ? പോലീസിനോട് പിടിപ്പിക്കുന്നത്. നീഗ്രോ പന്നി. ഈശ്വര, നമ്പർ വെക്കണേ. ഏയ് ആരാ? ഞാൻ കാമധേനു മിൽക്ക് ബാറിന്റെ പ്രൊപ്പറേറ്റർ ഈ രാജീവൻ. ഈ എന്റെ ഇനീഷ്യലാണ്. ഇനീഷ്യലും വയസ്സും ഒന്നും ബോധിപ്പിക്കണ്ട. എന്താ വന്ന കാര്യം? ഇവിടുന്ന് ഒരു കുട്ടി എന്റെ സ്ഥാപനത്തിൽ കാലത്ത് പാല് വാങ്ങാൻ വന്നിരുന്നു. ഞാൻ ബാക്കി തിരികെ കൊടുത്തില്ലേന്ന് എനിക്കൊരു സംശയം. ഐ മീൻ ഡൗട്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. ഓഹോ, ഈ കുട്ടിയല്ല, ഈ കുട്ടിയുമല്ല. അതെ, ഈ കുട്ടി തന്നെ. കാലത്ത് പാല് വാങ്ങിക്കാൻ വന്നപ്പോൾ കുട്ടി 100 രൂപയാണോ തന്നതെന്ന് എനിക്കൊരു സംശയം. ഒരു പ്രൊപ്പറേറ്റർ എന്ന നിലയ്ക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക്. അതിനിടയിലെ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയവും. സോറി, അവിഹിതമായ ഒരു ചില്ലി കാശ് പോലും ഞാൻ ആഗ്രഹിക്കാറില്ല. വെള്ളം ചേർക്കാത്ത പാല് പോലെ സത്യസന്ധമായ ബിസിനസ്, ദാറ്റ്സ്
ദാറ്റ്സ് മൈ പോളിസി. കാലത്ത് നീ 100 രൂപയായിരുന്നോ കൊണ്ടുപോയത്? അതെ. അമ്മേ, അല്ല 100 രൂപയാണോ തന്നത് എന്നുള്ളത് എന്റെ മാത്രം സംശയമാണ്. അതെ, ഞാൻ 100 രൂപ തന്നെ തന്നെ. ശരിക്കും ഒന്നും കൂടി ഓർത്ത് നോക്കിയേ. ആ സമയത്ത് വേറെയും ചിലർ അവിടെ 100 രൂപ നോട്ടുകളുമായി വന്നിരുന്നു. ഞാൻ ശരിക്കും ഓർക്കുന്നു, 100 രൂപ തന്നെ തന്നത്. ഞാൻ ഇപ്പൊ കൂടി ഇവരോടൊക്കെ പറഞ്ഞതേ ഉള്ളൂ അല്ലേടി? അതെ അതെ. കയ്യിന്ന് കളഞ്ഞു പോയെന്നാ ഞാൻ കരുതിയത്. കിട്ടിയത് വലിയ ഉപകാരമായി. ഇങ്ങ് തന്നേക്ക്. ഓ കേട്ടോ മമ്മി, എന്തു തന്നെ ആയാലും ബോംബെക്കാളൊക്കെ എത്രയോ സത്യസന്ധതയുള്ള നാടാ നമ്മുടെ കേരളം. കണ്ടോ, ബാലൻസ് ക്യാഷ് തരാൻ വീട് തേടി ആളെത്തി. വിരോധമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഓക്കേ, ബൈ. ഒന്നും കൊണ്ട് വരിക. എടാ പാലുമോനെ, അതേ പാല് കച്ചവടം ബൂത്തിൽ മതി. പാമ്പ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ മെനക്കെടണ്ട. മനസ്സിലായോ? ഉവ്വ. എന്തുവാ? ഉവ്വ ഉവ്വ. പൂവാ പൂവാ. ഓ നീ വാലുവാക്ക പണിയെടുക്കടാ. നീ വണ്ടി എടുക്കടാ. കാലത്ത് കണ്ടപ്പോ തന്നെ ഒരു ലൈനടിയുടെ ലക്ഷണം തോന്നി. പക്ഷെ ലൈനും വലിച്ച് കണക്ഷന് വേണ്ടി ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ആ, നമ്മുടെ അഡ്മിഷന് വേണ്ടി ഡാഡി പുറത്തു പോയത് കൊണ്ടാ, ഇല്ലെങ്കിൽ കുടുങ്ങിയേനെ. പാവം. കുറെ നാളായി ഞാൻ കാണുന്നു. ആണിനും പെണ്ണിനും ചേരാത്ത വേഷവും കിട്ടി പെമ്പിള്ളേരുടെ കൂടെ അവന്റെ ഒരു കൂത്താട്ടം. മര്യാദക്കുള്ള വേഷവും കെട്ടി നടന്നില്ലെങ്കിൽ കാലിന്റെ മുട്ടി എന്നെ ഓടിക്കും. ഓടാവർത്ത് പറഞ്ഞില്ലടാ, ഓടാവർത്ത്. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ 4 ചന്തിലെ തൊലിയാലും എടുക്കും. ഓടിയപ്പുറത്ത്. മുഖത്തല്ല, എന്റെ ആത്മാഭിസ്ഥാനത്ത് അടി കൊണ്ടത്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്ത്? അല്ല, എന്തോ ഒരു സാധനത്തിന് അടി കിട്ടിയെന്ന്. ദേ ഇവിടെ പട്ടിണി കിടന്ന് കിഡ്നി ചട്നി ആയിരിക്കും ഒരു ജാതി വർത്താനം പറയരുതോ. 4 പെൺകുട്ടികളിൽ എന്നെ പ്രേമിക്കുന്ന ഏതോ ഒരു പെൺകുട്ടി, അവളുടെ മുമ്പിൽ ഞാനൊരു കൊച്ചായില്ലേ. പേടിക്കണ്ട, ഈ കൊച്ചിന് ഞാൻ ഒരു അച്ഛനാക്കാം. എന്താ ഇയാളെ തന്നെ? അയ്യേ, ഞാൻ ആ ടൈപ്പ് ഒന്നല്ല. എന്നെ അതിനൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ അധ്വാനിച്ചിട്ട് അച്ഛനാവുള്ളൂ. അതല്ല നളു, നഷ്ടപ്പെട്ട ആത്മാഭിമാനം അതേ തറവാട്ടിൽ അതേ പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ വീണ്ടെടുക്കും. പോരെ? അത് മതി. പക്ഷെ എനിക്കെന്ത് പ്രതികാരം ചെയ്യും? എന്തും. ഉറപ്പാണോ? എന്നെ വിശ്വസിക്കാം. ആണോ? അത് വിട്. അതെ, എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ആ കിളവനെ ഒതുക്കുന്നു. എന്തായാലും ടൗൺ ബ്രാഞ്ചിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടിയത് നന്നായി. നീ എപ്പോഴാ ജോയിൻ ചെയ്യുന്നത്? നെക്സ്റ്റ് വീക്ക്. ഇനിയിപ്പോ അത്താഴം കൊണ്ടിട്ട് പോയാ പോരെ നല്ല വേണ്ട, പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഓഹോ, മുത്തച്ഛനായി ഭയങ്കര ഉടക്കില്ല. ഉന്നത്തെ വീട്ടിലെ കഞ്ഞുണ്ണി നേരെ പാട്ടി നാട്ടിനെ പറ്റി കാശില്ലേടാ. ഇറങ്ങി വന്ന് ഞാനായിട്ട് മുഖമുഖം ഏറ്റുമുട്ടാ. കൂടോത്രം ചെയ്ത് കുതുകാലി വെട്ടിയില്ലടാ നീ കേട്ട സ്വത്തുക്കളൊക്കെ ഉണ്ടായത്. പാന്നി ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഞാനിവിടെ ഇങ്ങനെ വാടാ പാട്ടി. നിന്റെ മുഖത്തെ ചാണോടാ. നീ എന്തിനാ കളിക്കണ എന്റെ അടുത്ത്? നിന്നെ ഞാൻ ഇങ്ങനെ വാടാ. എന്താ നിനക്ക് നിന്റെ പ്രതിമയായി പോയാ പാമ്മേ? എന്താടാ മൂങ്ങ പോലെ വടിയും കുത്തിപ്പിടിച്ച് മേടിച്ചു നോക്കണത്? മണ്ണുണ്ണി കഴിവറ നേരെ പാട്ടി ഇറങ്ങി വാട കുത്ത. ആര്? ശത്രു. സ്വബോധം നഷ്ടപ്പെട്ട ഏതോ കള്ളൂടിയനായിരിക്കും. എല്ലാരും അകത്ത് പോയി വാതിലടച്ച് കിടന്നോളൂ. അയാൾ തനിയെ പൊക്കോളും. അങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ലല്ലോ. പിന്നെ അയാളെ പോലെ നമ്മൾ വിളിച്ചു പോകണോ? പട്ടി നമ്മളെ കടിച്ചു എന്നും പറഞ്ഞ് നമ്മൾ പട്ടിയെ തിരിച്ചു കടിക്കാറുണ്ടോ? നാളെ ഞാനിത് ആവർത്തിച്ചാൽ പിന്നിപ്പോ എന്താ ചെയ്യാ? നേരിടണം. നേരിടാനോ? അതെ. എന്താ, തയ്യാറുണ്ടോ? ഈ ഉശിരി മൂക്കെല്ലാം എന്നെ പോലുള്ള പാപങ്ങളോട് കാണിക്കാൻ മാത്രം പോരാ, അത്തരം ചട്ടകളോട് വേണം കാണിക്കാൻ. എന്താ ചെയ്യാ, ആണായി ജനിച്ചു പോയില്ലേ, കേട്ടു നിൽക്കാൻ സഹിക്കണില്ല, കൈ തെരിക്കണ്. നല്ല വഴിയെ പോണവരോട് വഴക്കിടാതെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹിന്ദി മനസ്സിലായില്ലെങ്കിൽ പിള്ളേരോട് ഒറ്റക്കൊറ്റയ്ക്ക് ഏറ്റു, എല്ലാം ഏറ്റു. ഇനി ഒരു അടിയുടെ ബഹളം കൂടി മാത്രം മതി. പടി തുടങ്ങാം. എന്താണ് നീ വിചാരിച്ചേ? അറിയാൻ
अरे നീ ആ ടോർച്ചൊക്കെ എടുത്ത് എന്റെ കാല് എന്റെ പൊടി ഷർട്ട് അയക്കില്ലേ ഇനി വെറുതെ കൂകി ഒളിപ്പിച്ച് നേരം കളയണ്ട പറഞ്ഞ പോലെ ഷർട്ട് മുണ്ട് അണ്ടർവെയർ വേണം. അണ്ടർവെയർ ഇടാത്ത പാർട്ടിയാന്ന് ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ധൈര്യമായിട്ട് ഇതേ പ്രത്യുപകാരം ചെയ്യണം, മറക്കരുത്. എന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. ഓക്കെ, പോയി ഷൈൻ ചെയ്തോ, പോയി ഷൈൻ ചെയ്തോ. നീ പോയി റെസ്റ്റ് ചെയ്തോ. ആരാ എന്താ? ഇനി പേടിക്കണ്ട, ഉടുതുണി പോലും ഇല്ലാതെ ഞാൻ അവനെ തുരത്തി ഓടിച്ചു. ആ ഇനി എല്ലാരും അകത്തു പോ. ആ നളിനേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. വീരശൂര പരാക്രമിയായ കുഞ്ഞുണ്ണി നായരുടെ ജീവനെടുക്കാൻ വന്ന പുലിയെ നിഷ്പ്രയാസം ഈ നളിനേഷൻ കീഴ്പ്പെടുത്തി. ഉരിഞ്ഞെടുത്ത പുലിയുടെ തോലത് സൂക്ഷിച്ചു വെച്ചോ, വരും തലമുറകൾക്ക് അമ്മാനമാടാം. 3 പേരിൽ എന്നെ പ്രേമിക്കുന്ന ഒരാളാരാണെന്ന് കണ്ടെത്താൻ ഇത് തന്നെ അവസരം. നളിനേട്ടന് ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളം തരൂ. ദാ ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു.